ഇങ്ങനെ ഒരാൾ അടിച്ചു കൊല്ലണം? എനിക്കറിയില്ല. എന്റെ ചിന്തിക്കാനുള്ള കാരണം എന്താ? വേറെ ധൈര്യം പേടിയില്ലായിട്ടേക്കോ? ഇപ്പൊ ഇങ്ങനെ ചെയ്താലാന്ന് ഗ്രൂപ്പിലെ വോയിസ് ഇട്ടില്ലേ? കുഴപ്പമൊന്നുമില്ല. എന്തോ കൊന്നു കളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. എന്തായാലും കേരളത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ പോയാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടിയോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. ഉണ്ടാവും സമരം, അല്ല ബസ് തടയലോ, അല്ലെങ്കിൽ സ്കൂള് ക്ലോസ് ആക്കിയിട്ട് കുട്ടികളെ വീട്ടിൽ പറഞ്ഞയക്കുമോ. അതെല്ലാവരും ഒത്തൊരുമയോടെ വന്നിട്ട് ഒരു സമരം. ഇങ്ങനെ ഒരു സ്വന്തം ഒന്നിച്ച് പഠിക്കുന്ന സഹപാഠിനെ തല്ലിക്കൊല്ല എന്നൊക്കെ പറഞ്ഞു ഇത്രയ്ക്കും ചോരക്കളി ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉള്ളതാണ്. എല്ലാവരും 90 കിഡ്സിനെ കളിയാക്കുന്നുണ്ട്. എന്തിനാ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റവും മോശം 2K. ഏറ്റവും കൂടുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ. ഇതിനൊക്കെ കാരണം ഇപ്പോൾ കേരളത്തിലെ നമ്മളെ നിയമം തന്നെയാണ്. ഒരു വൃത്തികെട്ട നിയമമല്ലേ? എന്ത് ചെയ്താലും, ആളെ കൊന്നാലും ശരി, പീഡിപ്പിച്ചാലും ശരി, പുറത്തിറങ്ങാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് തന്നെ. അവൻ ആ ചെക്കനെ അടിച്ചിട്ട് കൊന്നു കളഞ്ഞിട്ട് അവൻ ആ വാട്സപ്പ് സന്ദേശം കണ്ടില്ല. എന്ത് സന്തോഷത്തോടെ അവനിരിക്കുന്നത്, ഒരു കൂസലും ഇല്ല. എല്ലാം കാരണം നിയമം തന്നെ. ഇപ്പോൾ ഇവിടുത്തെ പോലീസുകാർ തന്നെ. അതൊക്കെ ഇവിടുത്തെ ദുബായിലത്തെ ഒക്കെ നിയമം വരണം. അടിച്ചിട്ട് ഒരു തുള്ളി ചോര മറ്റവൻ്റെ ദേഹത്ത് കണ്ട പിന്നെ അവൻ പുറലോകം കാണത്തില്ല. ഇത് ചെറിയ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ അടിയാന്ന്. കൊല്ലണം എന്നുള്ള ഒറ്റ വൈരാഗ്യം മാത്രം. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ബംഗാളിനെക്കാട്ടും വലിയ ദുരന്തമായി മാറിക്കാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ. വീട്ടിൽ നിന്നായാലും അച്ഛനും അമ്മയും സ്കൂളിൽ നിന്നായാലും എല്ലാവരും പണ്ടത്തെ പോലെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നെയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 4 മണിക്ക് വീട്ടിലെത്തും. കളിക്കാൻ പോയ 6 മണിയാകുമ്പോൾ വീട്ടിലെത്തണം. അമ്മ പേടിപ്പിക്കും, അച്ഛൻ പേടിപ്പിക്കും. നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. പഠിക്കാൻ പോയാൽ പഠിക്കണം, വേറെ ഒന്നിനും പോകരുത്. അഥവാ പോയാ ടീച്ചർമാരെ നിന്ന് ഒരു ചൂരല്ലോണ്ട് ഒരു അടിയുണ്ട്. ആ ഒരടി കിട്ടിയ പിന്നെ പരിപാടിക്ക് പോകത്തില്ല. സ്കൂൾ വിട്ട ആരും സ്കൂളിൻ്റെ പരിസരത്ത് എവിടെ നിന്നൊക്കെ നേരെ വീട്ടിൽ പോയിക്കോണം. ക്ലാസ്സിന് പോകുന്ന പറഞ്ഞിട്ട് വേറെ എവിടെയും കറങ്ങി നടക്കാനും പാടില്ല. അഥവാ കറങ്ങി നടന്ന പിറ്റത്തെ ദിവസം ഫുൾ പൊരി വെയിലത്ത് നിർത്തിക്കും. ആ സ്കൂൾ കാലം വരണോ ഇനി തിരിച്ച്? എന്നാലേ ഇതൊക്കെ ശരിയാവും. ഇതിപ്പോൾ കുട്ടികളെ തല്ലാൻ പാടില്ലല്ലോ, ടീച്ചേഴ്സ്മാരെ തല്ലാൻ പാടില്ല. അതോടല്ലേ ടീച്ചർമാരെ മെക്കിട്ട് കയറുന്ന പിള്ളേർ കുട്ടികൾ. ഈ നിയമമൊക്കെ മാറണമെന്ന്. പണ്ടത്തെ നമ്മൾ 90 കിഡ്സിൻ്റെ ആ ഒരു കാലത്തിൽ അച്ഛനും അമ്മയും ടീച്ചേഴ്സ്മാരും മാഷന്മാരും ഒക്കെ തിരിച്ചു വരണം. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ സംഭവിക്കും. എന്ത് ധൈര്യത്തിലാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കുക?
സോ ചിന്തിച്ചിട്ട് മാറ്റിയെടുക്ക്. പണ്ടത്തെ നമ്മൾ ചൂരലും കൊണ്ട് ക്ലാസ്സിലേക്ക് വരുന്ന മാഷന്മാരെ ഇറക്ക്. ചൂരലും കൊണ്ട് PT മാഷ് ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ്. സ്കൂള് 4 മണിക്ക് ബെല്ലടിച്ച ടീച്ചർമാരും മാഷന്മാരൊക്കെ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങും. ഏതെങ്കിലും കുട്ടികൾ വീട്ടിൽ പോവാതെ കറങ്ങുന്നുണ്ടോ നോക്കാം, ക്ലാസ്സിൽ കയറാതെ കറങ്ങുന്നുണ്ടോ നോക്കാം. 6 മണിക്ക് വീട്ടിൽ കയറാൻ പറയുന്ന അച്ഛനും അമ്മയും വേണം. നല്ലത് പറഞ്ഞ് പഠിപ്പിക്കണം. കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരുടെ പോക്കെങ്ങാട്ടം കൂടി നോക്കണം. പൈസ മാത്രം കൊടുത്താൽ പോരാ. സോ കെയർഫുൾ. ബൈ.